ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. സിലിണ്ടറുകളുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടികൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. നാട്ടികയിൽ CC മുകുന്ദന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കാലാവസ്ഥാ വകുപ്പ്. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ചില ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ കൊച്ചി ഉദയംപേരൂരിലുള്ള പ്ലാന്റിൽ നിന്നാണ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ് പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടർ വിതരണം ചെയ്തിരുന്നുവെങ്കിലും അതും ഏറെക്കുറെ നിലച്ചു. സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ല. അതേസമയം സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ നടപടികളുമായി കേന്ദ്രം രംഗത്തെത്തി. സംസ്ഥാനങ്ങളിൽ വ്യാപക പരിശോധന നടത്തിവരികയാണ്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരത്തിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കൊളംബോ ഹോട്ടലാണ് ഇന്ന് അടച്ചുപൂട്ടിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയതെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു. പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI ബ്ലോക്ക് കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, CK ഹാരിസ്, CS സുജിത്, റീമ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തൃശൂർ AG's ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന GST പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ബേബി നെല്ലിക്കുഴി, ഷാജി ആനിത്തോട്ടം, പോളി റാഫേൽ, ജൂലിയസ് ആന്റണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. ഒരു പാർട്ടിയുടെയും ഭാഗമായി നിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. K കരുണാകരന്റെ കാലത്താണ് തനിക്ക് ജോലി കിട്ടിയത്. ഇടതുകാലത്തും നന്നായി പരിഗണിച്ചിട്ടുണ്ട്. 3 പാർട്ടിയുടെയും ആളുകളുമായി ബന്ധമുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ദൂതൻ വന്ന് കണ്ടിരുന്നു. സുരേഷ് ഗോപിയും വിളിച്ചു. ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു. നിലവിൽ എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം തുടർന്നും ലഭിക്കാനാണ് താല്പര്യം. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും IM വിജയൻ വ്യക്തമാക്കി. എന്നെ സംബന്ധിച്ച് ഈ 3 പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പം എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. 3 ആഴ്ച മുന്നേ മോദി സാറ് വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് രജിസ്ട്രേഷൻ. എന്നിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വളർന്ന് ഇലക്ഷൻ ലഡേക്കാണ്. ഞാൻ പറഞ്ഞ ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി, എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, എല്ലാവരും വേണം എനിക്ക്. പക്ഷേ ഞാൻ അല്ലായിരുന്നു, സുരേഷ് ഗോപി എൻ്റെ പറഞ്ഞു, എല്ലാവരും പറയണ്ടത് നിങ്ങൾ എനിക്ക് ഒരു MP തന്നോ, ഇപ്പോൾ PT ഉഷയ്ക്ക് കൊടുത്ത പോലെ MP തന്നോ, അതിൽ ഞാൻ പാർട്ടി നോക്കില്ല, ഒരു സ്പോർട്സിൻ്റെ അത് വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ MP ആയി കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വരുന്നു പറഞ്ഞു. അല്ലാണ്ട് ഇങ്ങനെ ഒരു പാർട്ടിയിൽ ആയിട്ട് നിൽക്കാൻ എനിക്ക് എല്ലാവരും വേണം, ഞാൻ അങ്ങനെ കൊണ്ട് നടക്കണതാണ്. എൻ്റെ അടുത്ത് ഷാഫ് സാറ് വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, മറ്റേ CPM മറ്റേ ഇവർ ഇടതുപക്ഷം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഷാഫ് സാറിനെ അറിയാമല്ലോ, ഞാൻ നിൽക്കില്ല എന്നറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു.
പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ ഇഷ്ടം. അല്ല ഞാൻ പറഞ്ഞ ദാസ്മുഷിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മാഡത്തിനോട് കൽക്കട്ടയുള്ള പണ്ടത്തെ പ്രസിഡന്റ് ആയിരുന്നു ചേട്ടാ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആ മാഡം വിളിച്ച പിന്നെ മറ്റേ മേത്ര സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിൽക്കില്ല സാർ എന്ന് പറഞ്ഞു. അത് എല്ലാ കൊല്ലം ഉള്ളതാണ്, പക്ഷേ ഈ കൊല്ലം കുറച്ച് കൂടുതലായിരുന്നു. അല്ലാണ്ടിപ്പോൾ അമിത്ഷാ വിട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. നാട്ടികയിൽ CC മുകുന്ദന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നു. ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും മുകുന്ദന് കോൺഗ്രസ് ഉറപ്പൊന്നും നൽകിയിട്ടില്ല. നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് KPCC DCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. കോൺഗ്രസിന്റെ മറുപടി അനുകൂലമല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം വിളിച്ച് തുടർ തീരുമാനങ്ങളെടുക്കും. മുകുന്ദനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പിന്തുണച്ചില്ലെങ്കിൽ BJPയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്നതിൽ CC മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായുടെ കടിയേറ്റു. ജനകീയ റോഡിൽ പുന്നവീട്ടിൽ ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കറുത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ജഗന്നിവാസൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് അക്രമാസക്തനായത്. ജഗന്നിവാസനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചുകീറി. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി വട്ടക്കുഴി റാഫി ജോസ് കോമയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തൃശൂർ ദയ ആശുപത്രിയിലേക്ക് മാർച്ചും ജനപ്രതിനിധികൾ ഉപവാസ സമരവും നടത്തി. പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, ജനനീതി ജില്ലാ പ്രസിഡന്റ് വിൽസൺ പണ്ടാരവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും റാഫിയുടെ ഭാര്യ ബിൻസി ആവശ്യപ്പെട്ടു. നൽകാതെ ആ കുടുംബത്തിന്റെ നിയമത്തിൽ ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കീഴടം രാമൻ നമ്പൂതിരിയെ ദേവസ്വം ഭരണസമിതി തിരിച്ചെടുത്തു. 4 മാസത്തിലേറെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഭക്തരുടെ മുൻപിൽ വെച്ച് ക്ഷേത്രം ശ്രീലകവാതിൽ കൊട്ടിയടച്ചതിനെ തുടർന്നുള്ള പരാതിയിലാണ് രാമൻ നമ്പൂതിരിയുടെ പേരിൽ നടപടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. ദീപാരാധന സമയത്ത് ഭരണസമിതി അംഗം തൊഴാനെത്തിയപ്പോഴേക്കും ക്ഷേത്രനട അടയ്ക്കേണ്ട സമയമായിരുന്നുവെന്നാണ് പറയുന്നത്. കീഴടം രാമൻ നമ്പൂതിരി ക്ഷേത്രം ശ്രീലകവാതിൽ അടച്ചു. സംഭവം ദേവസ്വം ഭരണസമിതിയിൽ പരാതിയായി വന്നു. ഈ സമയത്ത് നാലമ്പലത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, ക്ഷേത്രം മാനേജർ എന്നിവരിൽ നിന്നും ദേവസ്വം വിവരങ്ങൾ തേടുകയുണ്ടായി. രാമൻ നമ്പൂതിരിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് കീഴ്ശാന്തി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി. പ്രതിസന്ധി ഉണ്ടായാലും മറികടക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങൾ സ്വയം വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കണം. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഏർപ്പെടുത്തില്ലെന്നും K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന കേസിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കും. യുവതീ പ്രവേശനത്തെ എതിർത്തുള്ള സത്യവാങ്മൂലമാണ് സമർപ്പിക്കുക. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. കേസിലെ എല്ലാ കക്ഷികൾക്കും സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. അടുത്ത മാസം 7 മുതലാണ് 9-അംഗ ബെഞ്ച് വാദം കേൾക്കുക. 2018 സെപ്റ്റംബർ 8-നായിരുന്നു യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നത്. പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോൾ സർക്കാർ വിധിയെ അനുകൂലിച്ചിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതായി പരാതി. ഇന്ന് രാവിലെ മുതലാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയത്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റമദാനിലെ അവസാന 10 ദിവസങ്ങളുടെ ധന്യതയിൽ ഇഖ്തിഹാഫ് ആചരിച്ച് വിശ്വാസികൾ. ഒരു ദിവസമോ പല ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനാ നിർഭരമായി പള്ളിയിൽ കഴിയുന്നതാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രവാചകൻ റമദാനിലെ അവസാന 10 ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അല്ലാഹുവിനെ ആരാധിക്കാൻ പള്ളികളിൽ ഏകാഗ്രതയോടെ കഴിയുന്നതാണ് ഇഹ്തികാഫിന്റെ ആത്മാവ്. പുണ്യ റമദാനിലെ അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരാരാധനയാണ് ഇഹ്തികാഫ് എന്നുള്ളത്. ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി അള്ളാഹുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ചിന്തകളെയും കാതുകളെയും കണ്ണുകളെയും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള പള്ളിയിൽ ഇരിക്കുന്ന ഒരു ഇബാദത്തിനാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്തികാഫ് എന്ന് പറയുന്ന ആരാധനയുമായി കൂടുതൽ പള്ളിയിൽ ചെലവഴിക്കുമായിരുന്നു. തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മാറി കുറച്ചു സമയമെങ്കിലും ശരീരവും മനസ്സും പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിക്കുന്ന ആത്മീയ അനുഭവമായി വിശ്വാസികൾ ഇഹ്തികാഫിനെ കാണുന്നു. ഒഴിവാക്കാനാവാത്ത ആവശ്യങ്ങൾക്കായി മാത്രമാണ് പള്ളിക്ക് പുറത്തേക്ക് പോകുന്നത്. ആത്മസംസ്കരണം, സ്വയം വിചാരണ, തൗബ അഥവാ പശ്ചാത്താപം, ഖുർആൻ പാരായണം, ദിക്റുകൾ, പ്രാർത്ഥനകൾ, നിസ്കാരം തുടങ്ങിയ വിവിധ ആരാധനകൾക്കുള്ള അവസരമാണ് ഇഹ്തികാഫ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തിരുവല്ലോമല സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചത് UR പ്രദീപ് MLA. നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചതായി MLA അറിയിച്ചു. തിരുവല്ലോമല വില്ലേജ് ഓഫീസ് കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഓഫീസിൽ കൂട്ടിയിട്ട ഫയലുകൾക്കിടയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായ രഥയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ചെങ്കോട്ടുകുളം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് രഥയാത്ര നടത്തുന്നത്. മഞ്ജുളാൽ പരിസരത്തെത്തിയ രഥയാത്രയെ മഠാധിപതി ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിൽ ആരതി ഒഴിഞ്ഞു സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലെ മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. മേത്തല അഞ്ചപ്പാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കന്നുകാലി ഫാമിൽ നിന്നുള്ള മാലിന്യം പൊതുതോട്ടിലേക്കാണ് തള്ളുന്നത്. മാലിന്യം വന്നടിയുന്നത് മൂലം ദുർഗന്ധവും കൊതുക് ശല്യവും കൊണ്ട് പരിസരവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഫാമിലെ ചാണകവും ഗോമൂത്രവും അടക്കമുള്ള മാലിന്യം രാത്രികാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് തോട്ടിലേക്ക് പമ്പ് ചെയ്യുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. തോടിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഭയങ്കര ബുദ്ധിമുട്ട് വന്നേക്കണത്. എന്നുവെച്ചാൽ ഈ ചാണകമാണ് കൂടുതലും, അല്ലാണ്ട് വെള്ളം അങ്ങനെയല്ല. ചാണം ഇങ്ങനെ ഇതുകൊണ്ട് കലക്കിയാണ് വിടുന്നത്. അപ്പം അതിങ്ങനെ പോകാണ്ട് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വെയിൽ വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് ഒരു ഉച്ച നേരത്തും രാത്രി ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ തൊട്ടടുത്ത് കടയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾക്കും ഇതെല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ജപ്പാലത്ത് താമസിക്കുന്ന വടക്കേ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പുറത്ത് അബീബ് എന്ന് പറയുന്ന ആള് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിൽ നിന്ന് ഭയങ്കര ദുർഗന്ധമാണ്. 6 മണിയാകുമ്പോൾ തുടങ്ങും വെള്ളം തോട്ടിലേക്ക് അടിച്ചൊഴിക്കുക.
ഇതിപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. 6 മണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അത്രയും മണമാണ്. അത് ഫാമിലെ മണം പോലെയല്ല തോന്നുന്നത്. ഇത് കക്കൂസ ടാങ്ക് ഇങ്ങനെ മാലിന്യം ഒഴുക്കി വിടുന്ന മണമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഒരാളും വന്ന് വെള്ളം പോലും കുടിക്കില്ല. ഞങ്ങൾക്ക് പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചു പോണതാണ്. എന്തെങ്കിലും സാറന്മാർ ഇത് ചെയ്തെന്ന ഉപകാരം. ഇതുവരെ ശ്വാസം മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടായി പണം കൊണ്ട് കെടുക്കാൻ പറ്റണില്ല. സന്ധ്യയാകുമ്പോഴെങ്കിലും നമുക്കത് കയറി കിടക്കണ്ടേ. മണം കൊണ്ട് കെടുക്കാൻ പറ്റൂല. 1 മണിയാകുമ്പോഴത്തേക്കും ഭയങ്കര നാട്ടായിരിക്കും. എന്ത് ചെയ്യും? വയസ്സന്മാര് കഷ്ടപ്പെടുക തന്നെ വരെ കിടന്ന്. ഇവര് എന്ത് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടും ഇവര് ഇയാള് പറഞ്ഞ അവിടെ ചെന്ന് ഒച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്കിവിടെ ജീവിക്കണം. ആർക്ക് ജീവിച്ചോട്ടെ, 2 വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ, 1 വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ. ഇതിപ്പോൾ നമുക്ക് ഈ അയലന്തരത്തൊക്കെ രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ മറവിലാണ് ഇതൊക്കെ ചെയ്യണത്. ഇന്നലെ വെളുപ്പിന് അന്നേരം 12 മണിക്ക് സ്മെല്ലെന്ന് പറഞ്ഞാൽ അപാര സ്മെല്ലാണ്. സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. വേറെ ഒന്നുമല്ല. അത് അയാൾ ഇവിടെ അല്ല താമസിക്കണതേ. അയാൾ വല്ലയിടത്തും താമസിക്കണത്. ഞങ്ങൾ ഈ അയലൊക്കെ അടുത്താണ് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇങ്ങനെ പരക്കും. ഈ തോട്ടിലേക്കാണ് വിടുന്നത്. തോട്ടിലേക്ക് വിടാൻ ശരിക്കും പാടില്ല. ശരിക്കും തോട്ടിൽ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചാണാൻ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങളൊരു വീട്ടിലൊരു പാത്രം കഴിയണ വെള്ളം ഈ തോട്ടിലേക്ക് അങ്ങനെ പോകാൻ വേണ്ടി വെച്ചാൽ മുനിസിപ്പാലിറ്റിക്കാർ അടച്ചു കളയും. അങ്ങനെ ഇതിപ്പോൾ ഇതവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ പൈപ്പ് ഇപ്പോൾ അടച്ചിട്ടില്ല. പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നടത്തറ മേഖലയിലെ 2 CPM പ്രാദേശിക നേതാക്കൾ BJPയിൽ ചേർന്നു. മണ്ഡുത്തി മുൻ ഏരിയാസ് കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസൻ, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം KG ബൈജു എന്നിവരാണ് BJPയിൽ ചേർന്നത്. ഇവരോടൊപ്പം 20 CPM പ്രവർത്തകരും BJPയിൽ അംഗത്വമെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ടൗൺ ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MO ഡൈസൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം PU ശ്രീകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ C ജെയിംസ്, ജില്ലാ വനിതാ ഫോറം കൺവീനർ KS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശാസ്താവിന് പഴുക്കാമണ്ഡപം സമർപ്പണം തിങ്കളാഴ്ച നടക്കും. തിരുവാതിര വിളക്കിനും തറയ്ക്കൽ പൂരത്തിനും ശേഷം ആറാട്ടുപുഴ ശാസ്താവിനെ ഇറക്കി എഴുന്നള്ളിക്കുന്നതിനു വേണ്ടിയാണ് പഴുക്കാമണ്ഡപം നിർമ്മിച്ചത്. ആറാട്ടുപുഴ സ്വദേശിയും ശില്പിയുമായ ശ്രീകുമാർ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് പഴുക്കാമണ്ഡപം രൂപകൽപ്പന ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ചത്. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ക്ഷേത്ര ഉപദേശക സമിതി തീരുമാനിച്ചു. പൂരമൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തെറ്റായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അനുമതി നിഷേധിച്ചതിൽ സമിതി ആശങ്ക രേഖപ്പെടുത്തി. 2008 മുതൽ എല്ലാ വർഷവും ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് വെടിക്കെട്ട് നടത്താറുള്ളത്. ക്ഷേത്ര പത്തായപ്പുരയിൽ കൂടിയ അടിയന്തര യോഗത്തിൽ സമിതി പ്രസിഡന്റ് മനോജ് മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ 80ാം വാർഷികം ആഘോഷിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PV ഹാപ്പി അധ്യക്ഷത വഹിച്ചു. SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ്, കൗൺസിലർ ജോയ് ബാസ്റ്റ്യൻ ചാക്കോള, ഡോക്ടർ KP ബിന്ദു, ഡോക്ടർ റിൻസിമോൾ സെബാസ്റ്റ്യൻ, AK ഡിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദറിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിദ്യാലയത്തിൻ്റെ ആ ഒരു പാരമ്പര്യം അത് തന്നെയാണ് ഇവിടെ വിളിച്ചോതുന്നത്. ഇത് ശരിക്കൊരു 80 വർഷത്തെ അല്ലെങ്കിൽ 8 പതിറ്റാണ്ട് കാലത്തെ ഒരു സംഗമമാണ്. എനിക്ക് പരിചയമുള്ള ടീച്ചേഴ്സ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സാങ്കേതിക സഹായത്തോടെ അരിമ്പൂർ പഞ്ചായത്ത് തയ്യാറാക്കിയ സ്പർശം വെബ് ആപ്ലിക്കേഷൻ വയോജനങ്ങൾക്ക് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷത വഹിച്ചു. 6248 വയോജനങ്ങളുടെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാവുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ്, സ്പർശം കോർഡിനേറ്റർ VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തലോർ തൈക്കാട്ടുശ്ശേരി വല്ലച്ചിറ റോഡ് നവീകരിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു എന്നിവർ സംസാരിച്ചു. അങ്ങനെ നല്ലോണം പറഞ്ഞൊക്കെ അത് സഹകരിപ്പിക്കുകയാണ് ഉണ്ടായത്.
ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ജനൻ, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, പ്രധാന അധ്യാപിക റിൻസി ജോൺ, PTA പ്രസിഡന്റ് ഷാജി തോമസ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 57 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. കൊടകര സഹൃദയ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, വകുപ്പ് മേധാവി M രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ടെക്നിക്കൽ സെഷനിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരും വിദ്യാർത്ഥികളും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് നൽകി മാതൃകയായ പുതുരുത്തി സ്വദേശി മണികണ്ഠനെ BJP ആദരിച്ചു. BJP ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ഏരിയ പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്ന് ലഭിച്ച 4 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മണികണ്ഠൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. തിരുവല്ലോമല കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പൻകാവിലെ താലപ്പൊലി ആഘോഷത്തിന് കൊടിയേറി. മേൽശാന്തി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര പരിപാലന സമിതി സെക്രട്ടറി P കൃഷ്ണപ്രസാദ്, പ്രസിഡന്റ് മാധവൻകുട്ടി എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. മേളത്തിന് കുത്താമ്പുളി മോഹനൻ പ്രാമാണികത്വം വഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 7ാമത് ജോസഫ് ചെറിയാൻ മെമ്മോറിയൽ സംസ്ഥാനതല ഫോട്ടോഗ്രഫി മത്സരത്തിൽ കിഴക്കേ കോടാലി സ്വദേശി സുനിൽ പൂണർക്കാസ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായി. സൗഹൃദം എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു മത്സരം. ഞായറാഴ്ച എറണാകുളം മുളന്തുരുത്തി സ്നേഹഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കോൺഗ്രസ് നേതാവ് TK കൊച്ചനിയന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, മണ്ഡലം പ്രസിഡന്റ് ഹരി നമ്പലാട്ട്, സന്തോഷ് കോലഴി, ഹരി PS വേണുഗോപാലൻ, P ഗിരീഷ്, ലിൻസൺ തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് 12ാം വാർഡിലെ ഐശ്വര്യ റോഡ് തുറന്നുകൊടുത്തു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, CJ പോൾസൺ, UY ഷമീർ, ഡോക്ടർ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 16.15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 200 മീറ്റർ ദൂരത്തിൽ കട്ട വിരിച്ച് റോഡ് നവീകരിച്ചത്. വലപ്പാട് GDM LP സ്കൂളിലെ KG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ഡേയും ഗ്രാൻഡ് പാരന്റ്സ് ഡേയും ആഘോഷിച്ചു. സദേൺ എമറിൻ ഏവിയേഷൻ CEO ജസ്റ്റിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. KK പീതാംബരൻ, സജി രംഗനാഥ്, ഷാനി അസീസ്, MA ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ ഫ്ലൈയിങ് ഒന്നുമില്ല, അത് നടത്തുന്നത് പൈലറ്റ് ട്രെയിനിങ്. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിയുള്ളവർക്കും വയോജനങ്ങൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ PM സൗമ്യ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്രിസ്തീയ വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു.
മാർ ബോസ്കോ പുത്തൂർ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ന്യൂനപക്ഷ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, EWS മാനദണ്ഡങ്ങളുടെ പരിഷ്കരണം, മദ്യനയം എന്നീ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും നിലപാട് വ്യക്തമാക്കണമെന്ന് അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഈ അവസരത്തില് പാചകവാതക ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴുവിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പ് കൂട്ടി പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാവ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം കക്കേരി, DCC ജനറൽ സെക്രട്ടറി അശോകൻ KK, അശോക് കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യുദ്ധം നിർത്തണമെന്ന് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ കൺവീനർ J. ജോസഫൈൻ സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ TV സതീശൻ, പ്രസിഡന്റ് രഹന P. ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, CPI പവാർ, പ്രമുഖ ചരിത്രകാരനും കേരള ചരിത്ര MK സാനും, കലാകാരൻ ശ്രീനിവാസ്. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ കായിക വികസനത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ജനകീയ ഫുട്ബോൾ മേളയുടെ 2ാം സെമിഫൈനൽ മത്സരം ഇന്ന് രാത്രി 7:30 നടക്കും. വെള്ളിയാഴ്ച നടന്ന ആദ്യ സെമിഫൈനലിൽ ലിൻഷ മെഡിക്കൽസ് ടോസിൽ നെക്സൽ ഷൂട്ടേഴ്സ് പടന്ന ടീമിനെ തോൽപ്പിച്ച് ഫൈനലിൽ പ്രവേശിച്ചു. പറപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള കള്ളിപ്പാടം, പടിഞ്ഞാറേപ്പാടം എന്നിവിടങ്ങളിൽ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ കെട്ടിക്കിടക്കുകയാണെന്ന് ജില്ലാ കൃഷി സംരക്ഷണ വികസന സമിതി പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. കർഷകർക്ക് മുന്നിൽ മില്ലുടമകൾ അനാവശ്യമായ നിബന്ധനകൾ വയ്ക്കുകയാണ്. സർക്കാരിന്റെയും സപ്ലൈകോയുടെയും അനാസ്ഥയാണ് നെല്ല് സംഭരണത്തിന് തടസ്സമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തോളൂർ പഞ്ചായത്ത് അംഗം ഡേവിസ് വടക്കൻ, പാടശേഖര സമിതി അംഗം പ്രമോദ് മാധവൻ, കർഷക പ്രതിനിധി ബൈജു ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടികൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. നാട്ടികയിൽ CC മുകുന്ദന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.